सांसों में बसा ये सिलसिले हो जाने दे जरा ഈ വീട്ടിലെ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണല്ലോ എന്റെ ദൈവമേ. ഒരുത്തനും ഇല്ല എന്നെ ഒന്ന് സഹായിക്കാൻ ഇവിടെ. ഇതേതാണ് ഈ അപരിചിതമായ ഒരു ജെട്ടി? ഇത് എന്റേതല്ലല്ല. എടാ അളിയ, അതെന്റെ നിക്കറല്ലേ? നിന്റെ നിക്കർ എങ്ങനെയാടാ എന്റെ നിക്കറിനകത്ത് വന്നത്? അത് പിന്നെ അളിയ, നീ നിന്റെ തുണിയൊക്കെ അലക്കാൻ നേരത്ത് ഞാൻ എന്റെ കൂടെ അതിനകത്ത് കൊണ്ടിട്ടായിരുന്നേ. യു ചീറ്റ്, യു ബ്ലഡി ചീറ്റ്. എടാ മടിയാ, ഈ വീട്ടിൽ എന്തേലും പണി നീ എടുക്കാറുണ്ടോ? തിന്നെ ഉറങ്ങ അപ്പിയിടുക, ഇതല്ലാതെ വേറെ എന്തെങ്കിലും നീ ചെയ്യാറുണ്ടോ ഇവിടെ? അളിയ, ഇപ്പൊ നീ പറഞ്ഞ പണിയൊക്കെ വേറെ നിസ്സാരമാണെന്നാണോ നീ കരുതിക്കുന്നേ? ഒരിക്കലുമല്ല. അത് മാത്രമല്ല, വല്ലപ്പോഴും ഞാൻ ആ TV ഒന്ന് ഓൺ ചെയ്യാറില്ലേ. പോരാത്തതിന് അടുക്കളയിൽ ഫുഡ് എടുക്കാനും വരുന്നുണ്ട്. ഇതൊക്കെ പോരെ? ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റൂ. ആ മതി മതി. എന്തായാലും നിന്റെ ഈ ജെട്ടിയും കൊണ്ട് നീ പൊക്കോണം. ഇനി ഇവിടെ കണ്ണേക്കരുത് നിന്നെ. പരിചിതമല്ലാത്തൊരു നമ്പറിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. എടുക്കണോ? വല്ല തട്ടിപ്പുകാരുവാണെങ്കിലോ? ആ, എന്തായാലും എടുത്തേക്കാം. ഹലോ, ഇത് ഹരിയേട്ടനല്ലേ? അതെ, ഹരിയേട്ടനാണല്ലോ. ഇതാരാണ് സംസാരിക്കുന്നത്? ഹരിയേട്ടാ, ഞാന് ആയിഷ. എനിക്ക് നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കണം. ഞാൻ പറയുന്ന ഒരു കഫേയിലോട്ട് വരണം. സംസാരിക്കാനാ? എന്ത് സംസാരിക്കാൻ? ഞാൻ വരുത്തൊന്നുമില്ല. പോടി പെണ്ണേ. ഹരിയേട്ടാ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വന്നാ മതി. ആ ശരി ശരി, ഞാൻ വന്നേക്കാം. എന്തായാലും നീ എനിക്ക് ലൊക്കേഷൻ ഒന്ന് ഇട്ടേരെ. മനവേ, ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു വരെ പോവാ. അജി വരുമ്പോ നീ അവന്റെ അടുത്ത് പറഞ്ഞേക്കണേ. ഹരിയേട്ടൻ എങ്ങോട്ടാ പോകുന്നേ? ഞാനിവിടെ വരട്ടെ? എടി, ഞാൻ അത്യാവശ്യമായിട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. നീ വരുന്നെങ്കി വന്നോ. ഹരിയേട്ടന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഓക്കെ. ഇനിയിപ്പതെന്തിനാ ഇവളെ കൊണ്ട് വരുന്നത്? ഹായ് ആയിഷ, എന്നെ മനസ്സിലായോ? ആ, പല്ലവി അല്ലേ? അന്ന് ഹരിയേട്ടന്റെ കൂടെ കോളേജിൽ വന്നിരുന്നല്ലോ. പിന്നെ ഹരിയേട്ടാ, എനിക്ക് നിങ്ങളോട് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. ആ, അതിനിപ്പോ എന്താടി? സംസാരിച്ചോ നീ. അത് പിന്നെ പല്ലവി ഇവിടെ നിക്കുമ്പോ ഞാൻ എങ്ങനെ സംസാരിക്കാനാ? ഞാൻ ഹരിയേട്ടന്റെ കൂടെ നിക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹരിയേട്ടനോട് മാത്രമായിട്ട് സംസാരിക്കണമെന്ന്. അങ്ങനെ ഹരിയേട്ടൻ മാത്രം കേൾക്കണ്ട, എന്നോട് കൂടി പറയാമെങ്കിൽ മാത്രം നമ്മൾ ഇവിടെ നിൽക്കും. അല്ലെങ്കിൽ വാ ഹരിയേട്ടാ, നമുക്ക് പോവാം. ഞാനൊന്ന് ഹരിയേട്ടന്റെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് നിനക്കിപ്പോ എന്താ? എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ അടി ഉണ്ടാക്കല്ലേ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. ഞാൻ ഹരിയേട്ടന്റെ കൂടെ നിൽക്കുന്നതിന് നിനക്കിപ്പോ എന്താ? ഞാൻ ഹരിയേട്ടന്റെ മുറപ്പെണ്ണ. എന്തായാലും ഭാവിയിൽ അങ്ങേരെ എന്നെ കല്യാണം കഴിക്കും. അതിപ്പോ നീ മാത്രം തീരുമാനിച്ചാ മതി. അങ്ങേരുടെ കൂടെ സമ്മതം വേണ്ടേ? ഹരിയേട്ടാ, ഇവളിതെന്തൊക്കെയാ പറയുന്നേ? ഒന്ന് മാറ്റി നിർത്തി ഇവളെ. ഹരിയേട്ടൻ എന്നെ ഒന്നും പറയാൻ പോകുന്നില്ല.
കാരണം അങ്ങേർക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്കും അങ്ങനെ ഇഷ്ടമാണ്. എന്തായാലും ഉടനെ തന്നെ ഞങ്ങളുടെ കല്യാണം കാണും. ഓഹോ, അത്രയ്ക്കായോ? എന്നെ കാണിച്ചു തരാടി നിനക്ക്. മോളെ ആയിഷേ, നീ ഇപ്പൊ എന്താടി കാണിച്ചത്? ഞാൻ ഇനിയും ചെയ്യും, എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ചെയ്യും. കാരണം അങ്ങനെ എന്റെ മാത്രമാ. ആയിഷേ മാറടി, ആൾക്കാരൊക്കെ നോക്കുന്നടി. നോക്കട്ടെ, അതിനിപ്പോ എന്താ? നിങ്ങൾ എന്റെ അല്ലേ? അതൊക്കെ എപ്പോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ, അതൊക്കെ കുറച്ചായി അങ്ങനായിട്ട്. എന്താടി, നിനക്കിപ്പോ ഒന്നും ചെയ്യാനില്ലേ? ഒന്നും പറയണ്ടേ? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അയ്യോ ആയിഷേ, ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ആക്ച്വലി ഞാൻ ഹരിയേട്ടന്റെ മുറപ്പെണ്ണാണെങ്കിലും എനിക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്. ഞാൻ ഹരിയേട്ടനെ എന്റെ സ്വന്തം ചേട്ടനെ പോലെ കാണുന്നത്. ആയിഷ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞപ്പം ഞാനൊരു സപ്പോർട്ടിന് കൂടെ നിന്ന് ആയിഷേനെ ഒന്ന് ജലസാക്കിയതാ. എന്തോന്ന്? ശരിക്കും ഹരിയേട്ടാ ഇവിടെ പറയുന്നതൊക്കെ സത്യമാണോ? സത്യാണോന്ന് ചോദിച്ചു കഴിഞ്ഞാ ചെറുതായിട്ട്. ഇത് ഞാൻ കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ ഇപ്പൊ കയറി കിസ് അടിക്കുമായിരുന്നോ? ആ, എന്തായാലും ആ കിസ് എന്റെ തന്നെയാണ്. അപ്പൊ കുറച്ച് നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല ആയിഷേ, നിനക്കെപ്പോഴാ എന്നോട് ഇഷ്ടം തുടങ്ങിയത്? എന്നിട്ട് ഞാൻ നിന്നെ പുറകെ നടക്കുന്നതിന് നീ എന്തെല്ലാം എന്നെ ഒന്ന് പറഞ്ഞത്? എനിക്ക് ആദ്യം തൊട്ടേ നിങ്ങളെ ഇഷ്ടമായിരുന്നു, പക്ഷെ പേടിയായിരുന്നു. കാരണം എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനവേട്ടൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്റെ വാപ്പ സീനാണ്, വാപ്പ ഇറങ്ങി കഴിഞ്ഞാൽ കൊല്ലുമല്ല. ഇതിനിപ്പം ആരും അറിയാണ്ട് വേണം, നമ്മള് സീക്രട്ട് ആയിട്ട് വേണം. എനിക്ക് പേടിയായതുകൊണ്ടാ നിങ്ങളെ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സോറി ഹരിയേട്ടാ. ആ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വിട്ടേരെ. ആ ഇല്ല, ആരും അറിയാതെ നമ്മളെ സീക്രട്ടായിട്ട് പ്രേമിക്കും, എന്നിട്ട് നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിക്കുകയും ചെയ്യും. ഈ ഫോണിൽ എത്ര നേരം കൊണ്ട് റിങ് ചെയ്യാ വിടുന്ന്? കുഞ്ഞി വന്ന് ഈ ഫോൺ എടുത്തേ. അത് കുഴപ്പമില്ല, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ നോക്കിക്കോളാം. ഇതിപ്പോ കൊറേ നേരമായല്ലോ റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആരത്? ഹരിയേട്ടൻ. ഇതാരായിരിക്കും? എന്തായാലും ഒന്ന് എടുത്തു നോക്കാം. ബേബി, എവിടെയായിരുന്നു ബേബി? ഞാൻ കൊറേ ആയല്ലോ വിളിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഫോൺ എടുക്കാഞ്ഞ്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താടി പെണ്ണെ മിണ്ടാത്തത്? സോറി, ഇത് ആയിഷ അല്ല. ആയിഷ അല്ലേ? അപ്പം ഇതാരാ? ഞാൻ അവളുടെ ഇത്തയാണ്, അവളുടെ ഇക്കാന്റെ വൈഫ്. എന്തായാലും അവള് കുളിക്കുക, വന്നിട്ട് വിളിക്കാൻ പറയാം. പെട്ടല്ലോ എന്റെ ഈശ്വര. ഇനിയിപ്പൊ അവളുടെ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ഇക്ക എപ്പോഴാണ് വരുന്നത്? എനിക്ക് നാളെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പം നാളെ അവിടം വരെ ഒന്ന് പോണായിരുന്നു. ഇക്കേന്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെയും വാപ്പീനെ ഒന്ന് സോപ്പിടണം. ശരിക്കും ബർത്ത്ഡേ പാർട്ടിക്കാണോ പോകുന്നത്, അതോ വേറെ എങ്ങോട്ടേലുവോ? അതെന്താ ഇത്ത അങ്ങനെ ചോദിച്ചത്? എന്താ തള്ളേ നിങ്ങളുടെ മകൻ കടന്തൽ കുത്തിയോണ്ടിരിക്കുന്നത്? ആരാ കുഞ്ഞി ഹരി? അവൻ ആരാ നിന്റെ? അത് ഇത്ത എന്റെ ഫ്രണ്ടാ. നോർമൽ ഫ്രണ്ടോ അതോ ബോയ് ഫ്രണ്ടോ? ബോയ് ഫ്രണ്ടോ? എനിക്കോ? ഓ ഇത്ത, നോർമൽ ഫ്രണ്ട് അവൻ. എന്തിനാ കുഞ്ഞി ഈ ഇത്തയോട് കള്ളം പറയുന്നത് നീ?
എനിക്കെല്ലാം മനസ്സിലായി. അവനായിരുന്നു നേരത്തെ വിളിച്ചത്. ഇത് നിനക്ക് നേരത്തെ എന്നോട് പറയായിരുന്നു. അത് പിന്നെ സോറി, ഞങ്ങള് റിലേഷനായിട്ട് ഇപ്പൊ ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഇത്തേനോടും ഇക്കാനോടും പറയാന്ന് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് തോന്നുന്നുണ്ടോ കുഞ്ഞി ഈ ഒരു ബന്ധം നല്ലതാണെന്ന്? ഇത്ത ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല. ഹരിയേട്ടൻ പാവാ, എന്നെ ഒരുപാട് ഇഷ്ടാ. എനിക്കും ഇഷ്ടാ ഹരിയേട്ടനെ. ഞാൻ അതല്ല കുഞ്ഞി ഉദ്ദേശിച്ചത്. നിന്റെ വാപ്പി ഇതറിഞ്ഞ ഇവിടെ എന്തൊക്കെ നടക്കും നിനക്കറിയാവോ? ഈ ബന്ധം സമ്മതിച്ചു തരുമോ നിന്റെ വാപ്പി? സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഹരിയേട്ടന്റെ കൂടെ മാത്രമായിരിക്കും. അപ്പോ നാളെ നീ അവന്റെ കൂടെ പുറത്തു പോവാൻ തന്നെ തീരുമാനിച്ചോ? കുറച്ചു നേരം പീസ്ഫുൾ ആയിട്ട് ഒന്ന് ഓപ്പൺ ആയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ടാ എന്റെ അടുത്ത് ഹരിയേട്ടൻ നാളെ ചെല്ലാൻ പറഞ്ഞത്. അതൊക്കെ നല്ലതാണ്. പക്ഷെ കുഞ്ഞി, അമ്മയില്ലാതെ വളർന്ന ഒരു കുട്ടിയാണ് നീ. ഇവിടുത്തെ നാട്ടുകാര് ഏതെങ്കിലും ഒരു സാഹചര്യത്തില് നിങ്ങളെ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കും. പിന്നെ നിന്റെ വാപ്പി അതറിയും. അപ്പൊ ഇത്ത പറയുന്നത് ഞാൻ നാളെ ഹരിയേട്ടന്റെ കൂടെ പോകണ്ടെന്നാണോ? ഒരിക്കലും ഞാൻ നിന്നോട് എങ്ങോട്ടും പോകണ്ടെന്ന് പറയില്ല കുഞ്ഞി. കാരണം പ്രായമായ ഒരു കുട്ടിയാണ് നീ. നിനക്ക് നിന്റേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. നിന്റെ റിസ്കില് നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. പക്ഷെ ഒരിക്കലും നിന്റെ വാപ്പി ഇതറിയാൻ പാടില്ല. പിന്നെ നിനക്കറിയാലോ കുഞ്ഞി, നിന്റെ 16ാമത്തെ വയസ്സ് വരെ നിന്റെ ഇക്കയാ നിന്നെ നോക്കിയത്. നിന്റെ വാപ്പി ഉമ്മ മരിച്ചതിന് ശേഷം നിന്നെ അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നീടാണ് എന്നെ നിന്റെ ഇക്ക ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടു വന്നത്. നിനക്കറിയാലോ, എനിക്കും നിനക്കും തമ്മില് 2-3 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഞാനിപ്പോ പഠിക്കേണ്ട പ്രായമാണ്. പക്ഷെ വീട്ടുകാരുടെ തീരുമാനം അനുസരിച്ച് എന്നെ 19ാമത്തെ വയസ്സിലാണ് നിന്റെ ഇക്ക ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടു വന്നത്. അതുകൊണ്ട് നിനക്കറിയാലോ, ഞാൻ നിന്നെ ഒരു സിസ്റ്റർ ആയിട്ട് മാത്രമല്ല കണ്ടേക്കുന്നത്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാ നീ. അപ്പം നിന്റെ എന്ത് കാര്യത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടേ? നീ നിന്റെ റിസ്കില് പോയിട്ട് വാ. ഓക്കെ എത്താ. പിന്നെ എത്താ, ഈ കാര്യം ഇപ്പം ഇക്കയോട് പറയണ്ട. സൗകര്യം പോലെ ഒരു സമയം കിട്ടുമ്പോ ഞാൻ ഇക്കയോട് പറഞ്ഞോളാം. ആ ശരി ശരി, നീ വന്ന് കഴിക്കാൻ നോക്ക്. പിന്നെ ഇക്ക വരുമ്പം വാപ്പീനെ സോപ്പിടേണ്ട കാര്യം നമുക്ക് പറയാം. അമ്മ, എന്റെ നടു. ഇവളുടെ തന്തി തന്തിനാണ് ഇത്രയും വലിയ മതിലൊക്കെ ഇവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്.